ഹരിപ്രസാദിനെയും നന്ദനെയും ചോദ്യം ചെയ്യുന്ന CI. രജിസ്റ്റർ മാരേജ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയതെന്ന് പറയുന്ന ഹരിയും നന്ദനയും. പ്രതാപവർമ്മയുടെ ബുദ്ധിപ്രയോഗത്താൽ ഹരിയെ മാറ്റി നിർത്തി ചോദ്യം ചെയ്യുന്ന CI. പ്രതാപവർമ്മ നന്ദനയെ ഭീഷണിപ്പെടുത്തി മനസ്സുമാറ്റാൻ തീരുമാനിക്കുന്നു. CIയുടെ മുന്നിൽ വെച്ച് പ്രതാപവർമ്മ ഹരിയുടെയും നന്ദനയുടെയും മനസ്സുമാറ്റാനുള്ള അവസാന അടവും പ്രയോഗിക്കുന്നു. ഇനി തുടർന്ന് കാണുക. ഹരി, എല്ലാവരുടെയും ഭാവിയുടെ പ്രശ്നമല്ലേ? പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ സംഭവിച്ചാൽ നാളെ വിവരം ലോകം അറിയും. നിനക്കറിയാലോ, യാതൊരു വാസ്തവില്ലാത്ത കേസായതെന്ന്. നമ്മൾ പെട്ടുപോയതല്ലേ. പക്ഷെ ആരോട് പറയാൻ? ആര് വിശ്വസിക്കും? പത്രത്തിൽ വന്നുള്ള അവസ്ഥയൊന്ന് ആലോചിക്കേ. എന്നെ സംബന്ധിച്ച് പിന്നൊരു വഴിയേ ഉള്ളൂ, സൂയിസൈഡ്. വെറുതെ പറയുന്നല്ല, ഞാനത് ചെയ്യും. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എത്രമാത്രം ഡീപ്പാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അതൊരിക്കലും സാധിക്കാൻ പോകുന്നില്ല. പകരം തകരാൻ പോകുന്നത് പലരുടെയും ജീവിതങ്ങളാണ്. നീ വിചാരിച്ചാൽ അത് ഒഴിവാക്കാം. ആലോചിച്ച് എന്താ വെച്ചാൽ ചെയ്യും. അപ്പോ രണ്ടുപേരും കൂടി ഒരു ഫൈനൽ ഡിസിഷനിൽ എത്തിയോ? ഇവിടെ നിന്ന് പോയി പിഴയ്ക്കണം അല്ലേ സാറേ? എന്ത് തീരുമാനിച്ചു? നിങ്ങളുടെ ഡിമാൻഡ് എന്താ? സിമ്പിൾ. നിശ്ചയിച്ച പ്രകാരം ഉദയനുമായുള്ള നന്ദനയുടെ വിവാഹം നടക്കണം. വേറൊരു ഡിമാൻഡും. ആ പരിസരത്ത് നിന്റെ നിഴൽ പോലും ഉണ്ടാവാൻ പാടില്ല. അത് പിന്നെ പ്രത്യേകം പറയണോ? സമ്മതിച്ച നിന്നെയും ചങ്ങാതിമാരെയും നിരുപാധികം വിട്ടയക്കുന്നതായിരിക്കും. ഇപ്പൊ വാർത്ത പോയാൽ പത്രത്തിൽ ലേറ്റ് എഡിഷനിൽ കേറുവോ സാറേ? ന്യൂസൊക്കെ ഞാൻ കയറ്റിക്കോളാം, ഫോട്ടോ സഹിതം. എങ്കിൽ പിന്നെ അതിനുള്ള നടപടികൾ നോക്കാം. കാമുകന്മാരെ നമുക്ക് കോടതിയിലെത്തിക്കണ്ടേ? പത്രക്കാർക്കും TV-ക്കാർക്കും 2-3 ദിവസത്തേക്ക് നല്ല ചാകരയായിരിക്കും. നാളെ അനാശാസ്യ വാർത്ത. തുടർന്നുള്ള ദിവസങ്ങളിൽ പലയിടങ്ങളിലായി അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആത്മഹത്യകളുടെ പരമ്പര. എന്നാ പിന്നെ അങ്ങനെ നടക്കട്ടെ അല്ലേ? എനിക്ക് സമ്മതമാ.
എന്താ നീ പറഞ്ഞത്? എന്താ നീ പറഞ്ഞത്? നിങ്ങൾ തീരുമാനിച്ച കല്യാണം നടക്കട്ടെ. എനിക്ക് സമ്മതമോ? ഇവര് നമ്മളെ വെറുതെ വിടില്ല ഹരിയേട്ട. ഒരുപാട് ജീവിതങ്ങൾ തകരും. അതിലും നല്ലത് ഒരാൾ മരിക്കുന്നതാ. അത് ഞാനാവാം. അതെ ഹരിയേട്ട, ഇവര് നടത്താൻ പോകുന്ന കല്യാണം എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ. ആഘോഷിക്കട്ടെ എല്ലാരും. ഇനി ഹരിയേട്ടനെയും കൂട്ടുകാരെയും വിട്ടയക്കാലോ? പെട്ടെന്ന് അങ്ങനെ വിടാൻ പറ്റില്ല. ഇവരെയും നിന്നെയും കണ്ണടച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് നീ ഉദയന്റെ കോവിലകത്ത് കാലുകുത്തിയതിനു ശേഷമേ ഇവന്മാരെ വിടുകയുള്ളൂ. അതുവരെ ഇവര് ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കും എന്ന് കരുതി ഒരു പെറ്റി കേസ് പോലും നിലനിൽക്കില്ല. പിന്നീട് വിട്ടയക്കുന്ന എന്താ ഉറപ്പ്? മുദ്രപത്രത്തിൽ എഴുതി വെക്കും എന്ന് വിശ്വസിക്കണ്ട. കേവലം വിശ്വാസം മാത്രമാ ഉറപ്പ്. സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. ഇവൻ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മാത്രം നീ സമ്മതിച്ചാ മതി. അലിയാ, മതി സ്വപ്നം കണ്ടതൊക്കെ. ഇങ്ങോട്ട് ഇറങ്ങ. മിഴിച്ച് നോക്കണ്ട. എത്തേന്റെ അടുത്താ നീ എത്തിയത്. ഇറങ്ങിങ്ങോട്ട്.
കേറി വാ. ആഹാ, നന്ദനെ രഘുവേട്ടനെ എവിടുന്ന് കണ്ടു? അനിയത്തിയെ കാണാൻ പോയിട്ട് ഇന്നലെ അവിടെ അങ്ങ് കൂടിയല്ലേ? ഒന്ന് വിളിച്ചു പറയാത്ത എന്താ നന്ദനെ? പ്രതിഭയ്ക്ക് ഇവിടെ എന്താ പണി? എന്താ രഘുവേട്ടാ? നിനക്ക് ഈ വീട്ടിൽ എന്താണ് ജോലിയെന്ന്? അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നിനക്ക് പലതും മനസ്സിലാവില്ല. ഇതെന്താണെന്ന് മനസ്സിലായോ നിനക്ക്? ഇത് എന്റെ സ്വർണ്ണമാണല്ലോ. ഇതെങ്ങനെ രഘുവേട്ടന്റെ കയ്യിൽ വന്നു? നിനക്ക് എന്തിനാണ് പ്രതിഭയെ കണ്ണും കാതും ഒക്കെ? ഈ ഗോൾഡ് ഇവളുടെ കാമുകന്റെ ബാഗിൽ നിന്ന് കണ്ടുപിടിച്ചതാ. അയ്യോ, ആ ഹരിപ്രസാദ് ഇല്ലേ, അവന്റെ ബാഗിൽ നിന്ന്. ദൈവമേ, ഇതെങ്ങനെ അയാളുടെ കയ്യിൽ വന്നു? ഒളിച്ചോട്ടം, പിന്നെ മോഷണം, അല്ലാതെ എന്ത് പറയാനാ? മോഷ്ടിച്ചിട്ടൊന്നുമില്ല. ശബ്ദിക്കരുത് നീ. നിന്റെ ശബ്ദവും വെളിച്ചോ ഇതോടെ തീർന്നു. ഇനി നീ കോവിലകത്തിന് പുറത്തു പോകുന്നത് നിന്റെ കല്യാണത്തിന് മാത്രം. ഉദയനുമായിട്ടുള്ള നിന്റെ കല്യാണത്തിന്. അതല്ല, അതിനിടയിൽ വീണ്ടും ഓവർ സ്മാർട്ട് ആകാൻ നോക്കിയാ പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് എടുക്കുന്നത് നിന്റെ ശവമായിരിക്കും. പോകത്തേക്ക് കയറി പോവാൻ. അല്ല, പ്രതാപേട്ടൻ എവിടെയുണ്ട്? തൃശ്ശൂർ ഇറങ്ങി. നാളെ കല്യാണത്തിന് എത്തുമല്ലോ അല്ലേ? പിന്നെ എത്താതെ. പ്രതാപേട്ടനല്ലേ എല്ലാറ്റിനും മുന്നിൽ നിൽക്കേണ്ടത്. അവനെന്തി ആ ഹരിപ്രസാദ്? ഇവളുടെ കഴുത്തിൽ ഉദയൻ താലി കെട്ടുന്നതുവരെ അവൻ വെളിച്ചം കാണില്ല, അതുറപ്പാ. എനിക്ക് മരിക്കാൻ പോലും വയ്യല്ല മുത്തശ്ശി. ഈ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടല്ല ഞാൻ പോയത്. പിന്നെ എന്താ മുത്തശ്ശി ഇങ്ങനെ സംഭവിച്ചത്? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത്രയും പ്രതീക്ഷ എനിക്കുണ്ടായിട്ടില്ല. എല്ലാവരും ചേർന്നൊരുക്കിയ കെണിയിൽ നിന്ന് രക്ഷപ്പെടാമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്തത്ര വലിയ കെണിയിലേക്കാ ഞാൻ പോയത്. ഹരിയേട്ടൻ പോലീസുകാരുടെ കയ്യിലാ മുത്തശ്ശി. ഹരിയേട്ടൻ ഇനി രക്ഷപ്പെടണമെങ്കിൽ അവര് നിശ്ചയിച്ച കല്യാണം നടക്കണം. ഇല്ലെങ്കിൽ അവരുടെ ഹരിയേട്ടന് ഞാൻ എന്നെ തന്നെ കുരുതി കൊടുത്തെങ്കിൽ മാത്രമേ ഹരിയേട്ടന് ഇനി രക്ഷപ്പെടാൻ കഴിയൂ. ഇതാ പ്രതാപവർമ്മയുടെ ബുദ്ധി. എവിടെ പ്രതിഷ്ഠിച്ചാലും എന്നെ ഇളക്കേറിയെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കല്ലേ. എനിക്ക് ആരുമില്ല മുത്തശ്ശി. ദൈവം പോലും ഇല്ലെന്റെ കൂടെ. ചാവാൻ എനിക്ക് ഭയമൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞ് ഹരിയേട്ടൻ സഹിക്കില്ല. ആ നിമിഷം ജീവിതം അവസാനിപ്പിക്കും. ഞാൻ എന്താ മുത്തശ്ശി ചെയ്യ? എല്ലാ ദൈവങ്ങളും ചേർന്നെന്നെ ശിക്ഷിക്കുക. ഓർമ്മ വെച്ച നാളെ മുതൽ ഇത് തന്നെ എന്റെ വിധി.
ശിക്ഷിക്കട്ടെ, മതിയാവോളം ശിക്ഷിക്കട്ടെ. അനുഭവിച്ചോളാം ഞാൻ. നാളത്തേക്കുള്ള മരുന്നോടെ ഇരിപ്പുള്ളൂ. ചിലപ്പോ ഒരാഴ്ചത്തെ കൂടി കാണുമായിരിക്കും. അമ്മ ഞാൻ പറഞ്ഞ കേട്ടില്ലേ? എന്താ? എനിക്ക് കഴിക്കാനുള്ള മരുന്ന് തീർന്നു. അതിനിപ്പോ ഞാൻ എന്ത് വേണം? മരുന്ന് വാങ്ങിക്കണം. എന്തെടുത്ത് വെച്ച് വാങ്ങും? എന്റെ എവിടുന്ന പൈസ? ഇങ്ങോട്ട് വരുന്ന നീ ഇങ്ങനെ മരുന്ന് കഴിച്ചേ? എന്നാ പിന്നെ ഇത് ഞാൻ കഴിക്കുന്നില്ല. എന്തായാലും മരുന്ന് കഴിപ്പ് നിർത്താൻ പോവല്ലേ, പിന്നെ ഇതായിട്ട് എന്തിനാ കഴിക്കണേ? ഡീ നിക്കടി ഇവിടെ. മര്യാദയ്ക്ക് ഗുളിക എടുത്ത് കഴിക്കേ. എനിക്ക് വേണ്ട. അതും പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. മരുന്നെടുത്ത് കഴിക്കടി. നമസ്കാരം. നമുക്കകത്തോട്ടിരുന്ന് സംസാരിക്കാം ഇല്ലയോ? അകത്തിരുന്ന് സംസാരിക്കാതെ അതിന്റെ വൃത്തി. അയ്യോ, സുമിത്രയ്ക്ക് എന്നെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. അല്ല, നമ്മൾ ഒരിക്കലല്ലേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കും. ഞാനങ്ങ് കൈലഗിരിന്ന് വരുവാ, തങ്കപ്പനാചാരി. രാജേഷിന്റെ അച്ഛനെ. ഏത് രാജേഷ്? മനസ്സിലായില്ലല്ലോ. മനസ്സിലാവാഞ്ഞിട്ടല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് അങ്ങ് പറയാം. നിങ്ങളുടെ മരുമോൻ രാജേഷ്, അതായത് അനിലയുടെ ഭർത്താവ്. ഭർത്താവോ? അതിന് ഞാൻ അവളെ ആർക്കും കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അത് വാസ്തവം. പക്ഷെ കല്യാണം നടത്തി കൊടുക്കാവുന്ന സുമിത്ര അവക്ക് വാക്കു കൊടുത്തിരുന്നു. കാലതാമസം വന്നപ്പോ പുള്ളാര് സ്വയം തീരുമാനം എടുത്തൊക്കെ കല്യാണം കഴിച്ചു. രണ്ടായാലും കെട്ടു നടന്നേ. എനിക്കറിഞ്ഞൂടാ. ദോഷം പറയരുതല്ലോ. മുൻകൂട്ടി ഞാനും വിവരം അറിഞ്ഞിരുന്നില്ല. രജിസ്റ്റർ കച്ചേരി നിന്ന് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാ ഞാനും അറിയുന്നത്. പിന്നെ അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊച്ചുങ്ങൾ നമ്മുടെ അല്ലയോ? അനില വന്നല്ലോ. അയ്യോ, നിനക്ക് തന്നെ പറ്റി മോളെ? അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ശരീരസുഖം ഇല്ലയോ? ഇവക്കേ ക്ഷീണമൊന്നും ഇല്ല ഇപ്പൊ. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവള് കോലം കെട്ടിരിക്കായിരുന്നു. എല്ലാ അമ്മമാരും ഇങ്ങനെ പറയൂ. അതാ മാതൃത്വം, മാതൃത്വം, മാതൃത്വം. എനിക്ക് അപ്പുറത്ത് ജോലിയുണ്ട്. നിങ്ങൾ ഇതിനെ വന്നെന്ന് പറഞ്ഞില്ല. പറയാം. അതിനു മുമ്പ് ഒരു കാര്യം. സത്യത്തിൽ വന്നത് ഞാനല്ല, ഇങ്ങോട്ട് വന്നൊരു പാർട്ടിക്ക് കൂട്ടു വന്നതാ. എസ്കോർട്ട്, എസ്കോർട്ട്. ഒരു മിനിറ്റ്. എടാ രാജേഷേ, ഇങ്ങോട്ട് കയറി വരാൻ. ഇങ്ങോട്ട് വരാൻ. അവിടെ നിൽക്ക. എങ്ങോട്ട് നീ കയറി പോന്നേ? ആരാ നീ? അമ്മേ, മിണ്ടരുത് നീ. ദേഷ്യപ്പെടാതെ സുമിത്രേ. എവനോട് അവകാശപ്പെട്ട വീടല്ലയോ ഇത്? എന്ത് അവകാശം? ഏത് അവകാശത്തിന്റെ കാര്യം നിങ്ങൾ പറയുന്നേ? എല്ലാം അറിഞ്ഞോണ്ടൊന്നും അറിയാത്തതുപോലെ സംസാരിക്കല്ലേ സുമിത്രേ. രാജേഷേട്ടൻ വന്നേ, നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാം. മാറി നിൽക്കടി അങ്ങോട്ട്. എന്താ അമ്മ, ഇതൊരു മര്യാദ വേണ്ടേ? ആരോടടി ഞാൻ മര്യാദ കാണിക്കേണ്ടത്? നിന്റെ ജീവിതം കൊണ്ട് തൊലച്ച ഇവനോടാണോ? ജീവിതം തൊലച്ച കാര്യമൊന്നും സുമിത്ര പറയല്ലേ. ദേ, അധികം സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇവനെ ഈ വീട്ടിൽ ഞാൻ കഴിച്ചില്ല. എന്റെ ഭർത്താവാ രാജേഷേട്ടൻ. ആണെങ്കിൽ അവന്റെ കൂടെ പോടി. പോയിക്കോളാം ഞാൻ. അതാ നല്ലത്. ഇറങ്ങിപ്പോ. ഒരിക്കലും ഇവിടെ ഇറങ്ങിപ്പോയതല്ലേ. കാര്യമായിട്ടാ ഞാൻ പറയുന്നത്. ഇറങ്ങിപ്പോ. പക്ഷേ ഇനി വെറുതെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കെന്റെ ഓഹരി തന്നേക്ക്, ഞാൻ പോയിക്കോളാം. ഓഹരിയോ?
എന്താ അമ്മ അങ്ങനെ കേട്ടിട്ടില്ലേ? മകൾ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടാനുള്ള ഷെയർ. ഒളിച്ചോടിയപ്പോ നീ കൊണ്ടുപോയി സ്വർണവും പൈസയൊക്കെ എവിടെ? പിന്നെ 19 പവനും 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നല്ലോ. ആകെ ഉണ്ടായിരുന്നതേ ഒരു 5 പവൻ സ്വർണ്ണമാ. നീ മിണ്ടായില്ലേടാ മക്കളെ. അവരമ്മയും മോളൂടെ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തട്ടെ. ഒരു തീരുമാനത്തിലും എത്തുന്നില്ല. ഓഹരിയായിട്ട് ഒന്നും തരാൻ എന്റെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇനി തരാൻ സൗകര്യമില്ല. മോളിങ്ങോട്ടൊന്ന് വാടിക്കേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സുമിത്രയെ ശരിയാവുന്നേ? എങ്ങനെയായാലും വേണ്ടില്ല, എന്റെ തീരുമാനം ഇതാ. അതെ, ഒരു കണക്കിന് അത് ശരിയാ. കയ്യിലില്ലാതെ തരാൻ പറ്റുമോ? അനില പറയുന്നത് ശരിയാ. ഷെയർ കിട്ടാൻ അവർക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ഞാൻ മാന്യമായ ഒരു പരിഹാരം പറയാം. അനിലയ്ക്കുള്ള ഓഹരി റെഡിയാവുന്നത് വരെ രാജേഷ് ഇവിടെ താമസിക്കട്ടെ.